Hi everyone, how are you? Hope you all are good. So today we are going to discuss about our 9th chapter, language development. We have already concluded our 8th chapter. So എന്തൊക്കെയാണ് 9th ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം അല്ലേ. ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. First, meaning and definition of language development, then characteristics of language development, factors affecting language development, stages of development, role of the teacher, speech defects and learning. അപ്പോൾ ഇത്രയാണ് നമ്മൾ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മീനിങ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് നോക്കാം അല്ലേ. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് യൂസിങ് സ്പോക്കൺ വേർഡ്സ് ഡിസ്റ്റിങ്വിഷസ് ഹ്യൂമൻ ബീയിങ്സ് ഫ്രം ദ അതർ ആനിമൽസ്. എന്താണ് മനുഷ്യന്മാരുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് അല്ലേ, അവരുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ്, അതുപോലെ യൂസിങ് സ്പോക്കൺ വേർഡ്സ് അല്ലേ, സ്പോക്കൺ വേർഡ്സ് ഉപയോഗിച്ചിട്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയെയാണ് മറ്റുള്ള അനിമൽസിൽ നിന്നും മനുഷ്യന്മാരെ വ്യത്യസ്തനാക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ ബീയിങ് ആൻഡ് ആനിമൽസ്. എന്താണ് മനുഷ്യന്മാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലേ, സ്പോക്കൺ വേർഡ്സ് ഉപയോഗിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. ദെൻ ഡെഫിനിഷൻ ഓഫ് നോം ചോംസ്കി. നോം ചോംസ്കി എന്ന് പറഞ്ഞിട്ടുള്ള ഫിലോസഫറുടെ ഡെഫിനിഷനിൽ എന്താണ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഇസ് എ സെറ്റ് ഓഫ് സെൻറ്റൻസസ് അല്ലേ, ഫിനിറ്റ് ഓർ ഇൻഫിനിറ്റ് സെൻറ്റൻസസ്, ഈച്ച് ഫിനിറ്റ് സെൻറ്റൻസ് ഇൻ ലെങ്ത് ആൻഡ് കൺസ്ട്രക്റ്റഡ് ഔട്ട് ഓഫ് വേർഡ്സ് അല്ലേ. എന്താണ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നോം ചോംസ്കിയുടെ അഭിപ്രായത്തിൽ സെറ്റ് ഓഫ് സെൻറ്റൻസസ് ആണ് അല്ലേ, കംപ്ലീറ്റ് ആൻഡ് ഇൻകംപ്ലീറ്റ് ആയതോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയതോ ആയിട്ടുള്ള സെൻറ്റൻസസിനെയാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സെൻറ്റൻസസിനെയാണ് എന്ത് പറയുന്നത്, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സെൻറ്റൻസസിനെയാണ് എന്ത് പറയുന്നത്, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കുന്നത് അല്ലേ. അത് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് പരസ്പരം മനസ്സിലാവുന്ന രീതിയിൽ ആ സെൻറ്റൻസസിനെ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് ലാംഗ്വേജ് അല്ലെങ്കിൽ സെൻറ്റൻസസിനെയാണ് എന്ത് പറയുന്നത്, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു നോം ചോംസ്കി. ഓക്കെ, ദെൻ നോം ചോംസ്കി ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ ലിംഗ്വിസ്റ്റിക് ഓർ ലാംഗ്വേജ്. മോഡേൺ ലാംഗ്വേജിൻ്റെ ഫാദർ ആരാണ്, നോം ചോംസ്കി ആയിട്ടാണ് അതുകൊണ്ട് തന്നെ അറിയപ്പെടുന്നത്. ക്ലിയർ. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൻ്റെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്. ഇറ്റ് ഈസ് എ പ്രോസസ് സ്റ്റാർട്ടിങ് ഏർലി ഇൻ ദ ലൈഫ്. എന്താണ് ജനിച്ചത് മുതൽ, ജനനം മുതൽ ഏർലി പീരീഡിൽ തന്നെ അല്ലേ, ജനനത്തിന് ശേഷം ഏർലി പീരീഡിൽ തന്നെ എന്ത് നടക്കുന്നുണ്ട്, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ സ്പീച്ച്, വൊക്കാബുലറി, ലെങ്ത് ഓഫ് റെസ്പോൺസ് ആർ സം ഓഫ് ദ ആസ്പെക്ട്സ് ഓഫ് ദ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഉണ്ടായെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആസ്പെക്ട്സിൽ പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്, സ്പീച്ച് അല്ലേ, സ്പീച്ച് സംസാരിക്കാനുള്ള കഴിവ്, വൊക്കാബുലറി ഒരുപാട് പദസമ്പത്ത് അല്ലെങ്കിൽ വേർഡ്സുകൾ കൊണ്ട് സംസാരിക്കാൻ പറ്റിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലെങ്ത് ഓഫ് റെസ്പോൺസ്, നമ്മൾ പറയുന്ന റെസ്പോൺസിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ നമ്മൾ മറുപടി പറയുന്നതിൻ്റെ ലെങ്ത്, നീളം അല്ലേ, നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുക അല്ലേ, അത് കഴിയാൻ സാധിക്കുമ്പോൾ എന്താണ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ടെന്ന് ആണ് അർത്ഥം. ഓക്കെ, ദെൻ ദർ മേ ബി ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് അല്ലേ. മറ്റുള്ള എല്ലാ ഡെവലപ്മെൻറ്റ്സിലും നമ്മൾ പല ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് ഇപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്തു അല്ലേ, അവിടെയൊക്കെ നമ്മൾ പറയുന്നുണ്ട് എന്താണ്, ഓരോ കുട്ടിയും അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആണ് അല്ലേ, അവർക്ക് നടക്കുന്ന ഡെവലപ്മെൻറ്റ്സും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ സെയിം ലൈക്ക് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റും ഒരാൾ മറ്റൊരാളിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടാണ് നടക്കുന്നത്. ഓക്കെ, ചില കുട്ടികൾക്ക് ഫാസ്റ്റായിട്ട് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് നടക്കും, മീൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സംസാരിക്കാനൊക്കെ തെറ്റ് കൂടാതെ സംസാരിക്കാനൊക്കെ പറ്റും, സ്ലോ ആയിട്ടായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലേ അവർക്ക് പറ്റുന്നത്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലും അവരുടെ ഡെവലപ്മെൻറ്റിനനുസരിച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഇൻഡിവിജ്വൽ ഡിഫറൻസസിലൂടെ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ദെൻ ചേഞ്ച് വൊക്കാബുലറി ആൻഡ് സ്പീച്ച്. ദ പാറ്റേൺ ഓഫ് ഗിവിങ് റെസ്പോൺസ് ചേഞ്ച് വിത്ത് ഏജ്. എന്താണ് ഈ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കും അല്ലേ, അവരുടെ റെസ്പോണ്ട് ചെയ്യുന്ന രീതി, അവരുടെ വൊക്കാബുലറിയിലെ ഇന്ന് പറയാൻ സാധിക്കാത്ത വേർഡ്സ് ചിലപ്പം ഒരു മാസം കഴിയുമ്പോൾ അവർക്ക് ഡെവലപ്മെൻറ്റ്സ് നടക്കും അല്ലേ, സോ അപ്പോൾ പറയാൻ അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ ഏജ് കൂടുന്നതിനനുസരിച്ച്, ഏജ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് അവരുടെ വൊക്കാബുലറിയിലും സ്പീച്ചിനുള്ള കപ്പാസിറ്റിയൊക്കെ ഇൻക്രീസ് ആയിട്ട് വരും. ദെൻ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് മേ കണ്ടിന്യൂ ഈവൺ അപ് ടു ദ പീരീഡ് ഓഫ് ഓൾഡ് ഏജ് ഡിപ്പെൻഡിങ് അപ്പോൺ ദെയർ റീഡിങ് ഹാബിറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ്. എന്താണ് പറയുന്നത്, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഡെത്ത് വരെ അല്ലേ, നമ്മുടെ ഓൾഡ് ഏജ് വരെ അല്ലെങ്കിൽ ഡെത്ത് വരെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അക്കോർഡിംഗ് ടു ദെയർ
ഇൻട്രസ്റ്റ് ഇൻ റീഡിങ് അല്ലേ. മനുഷ്യന്മാർക്ക് മരണം വരെ എന്ത് നടക്കുന്നുണ്ട്, മറ്റുള്ള ഡെവലപ്മെൻറ്റ്സ് ഒക്കെ എന്തുണ്ട്, ഒരു ഏജ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടീനേജ് അതല്ലാന്നുണ്ടെങ്കിൽ അഡോളസൻസ് വരെയൊക്കെയാണ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത് അല്ലേ. പക്ഷേ ഇവിടെ ഡെത്ത് വരെയും ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ടെന്ന് പറയുന്നത്. നമുക്ക് റീഡ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ്, അതുപോലെ ലാംഗ്വേജ് ഉപയോഗിക്കാനും അല്ലെ സ്പീച്ച് ചെയ്യാനും ഒക്കെയുള്ള ഇൻട്രസ്റ്റിനനുസരിച്ചിട്ട് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും ടിൽ ഡെത്ത് അല്ലേ. ഓൾഡ് ഏജ് ആവുന്നത് വരെ അല്ലെങ്കിൽ മരണം വരെയും എന്ത് നടക്കുന്നുണ്ട്, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടേയിരിക്കുന്നു. ക്ലിയർ. ദെൻ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ആണ്. ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്ന ഘടകങ്ങൾ അല്ലേ. ദെൻ അതിൽ ഫസ്റ്റ് വൺ എന്താണ്, ദ ചൈൽഡ്സ് മെച്യൂരിറ്റി പാറ്റേൺസ് ആൻഡ് ലേണിംഗ് അല്ലേ. കുട്ടിക്ക് എത്രയും മെച്യൂരിറ്റി ആവുന്നതിൻ്റെ ആ ഒരു ഘടന, അതുപോലെ ലേണിംഗ് അല്ലേ, പഠിക്കാൻ ലേൺ ചെയ്യാനുള്ള കപ്പാസിറ്റിയൊക്കെ എന്തിനെ ബാധിക്കുന്നുണ്ട്, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനെ. പെട്ടെന്ന് മെച്യൂരിറ്റി ആയിട്ട് സംസാരിക്കാനൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ എന്തുണ്ട്, ആ കുട്ടിക്ക് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് നന്നായിട്ട് നടക്കുന്നുണ്ടെന്ന് അർത്ഥം അല്ലേ. ദെൻ ഫാമിലി എൻവയോൺമെൻറ്റ്, നമ്മുടെ ഫാമിലി ചുറ്റുപാടുകളിൽ നമുക്ക് നല്ല രീതിയിൽ നല്ല ഭാഷ ഉപയോഗിക്കുന്നു, നമ്മൾക്ക് സംസാരിക്കാനുള്ള അവസരം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരം തരുന്നു എന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് നടക്കും. അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് സ്ലോ ഡെവലപ്മെൻറ്റേ നടക്കുള്ളൂ. ദെൻ ചൈൽഡ്സ് മെൻ്റൽ ഡെവലപ്മെൻറ്റ്, കുട്ടിയുടെ മാനസികപരമായിട്ടുള്ള വളർച്ച അല്ലേ. മാനസികപരമായിട്ട് പല കാര്യങ്ങളും കേട്ടും കണ്ടും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിച്ചാലാണ് കുട്ടികൾക്ക് വേർഡ്സും വൊക്കാബുലറിയും ഒക്കെ ഉണ്ടാവുന്നത്. പരസ്പരം എങ്ങനെ സംസാരിക്കാനുള്ള അല്ലേ, ഒരു മടിയൊന്നും കൂടാതെ സംസാരിക്കാനൊക്കെ കുട്ടിയുടെ മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സ്കൂൾ അല്ലേ. സ്കൂള് ടീച്ചേഴ്സ് അല്ലെങ്കിൽ സ്കൂള് കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം ആദ്യമായിട്ട് ലെറ്റേഴ്സും നമ്പേഴ്സും അല്ലേ പ്രൊനൗൺസ് ചെയ്യാനും ഒക്കെ അവരാണ് സ്കൂളിൽ നിന്നാണ് പഠിക്കുന്നത്. സോ സ്കൂള് വളരെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് റോള് വഹിക്കുന്നുണ്ട്. ദെൻ ഹെൽത്ത് അല്ലേ. ഹെൽത്ത് കണ്ടീഷൻ നല്ലതാണെങ്കിൽ എന്തുണ്ട്, അവർക്ക് എല്ലാ ഡെവലപ്മെൻറ്റും ഹെൽത്തി ആയിട്ടിരിക്കുമ്പോഴാണ് കൂടുതലും നടക്കുന്നത്. കുട്ടി ഹെൽത്തി അല്ലാതെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്ത് അവർക്ക് എന്തില്ല, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റും നടക്കുന്നില്ല. കാരണം അവർക്ക് അതിനോട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അടുത്തത് സെക്സ് അല്ലേ. സെക്സും കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ് അല്ലേ. സോ എന്താണ്, നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പറഞ്ഞു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഡിഫറെൻ്റ് ആയിട്ടാണ് വളർച്ചകൾ നടക്കുന്നത്. പല വികാസങ്ങളും വളർച്ചകളും അവരുടെ ഹൈറ്റും വെയ്റ്റും അല്ലേ പല കാര്യങ്ങളും ഡിഫറെൻ്റ് ആയിട്ടാണ് നടക്കുന്നത്. സെയിം ലൈക്ക് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റും സെക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ ബൈലിംഗ്വലിസം ഓക്കെ. ബൈലിംഗ്വലിസം മീൻസ് എന്താണ്, രണ്ട് ഭാഷ ഒരേ സമയം ഉപയോഗിക്കേണ്ടി വരിക അല്ലേ. ഒരു കുട്ടിയുടെ വീട്ടിലിപ്പോൾ മദർ മലയാളം ഫാദർ തമിഴുമാണ് അല്ലേ. ബോർഡറിലൊക്കെ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ. ചിലപ്പോൾ അമ്മ മലയാളം അച്ഛൻ തമിഴും മിക്സ് ചെയ്തിട്ട് സംസാരിക്കുന്ന ഒരു ഫാമിലി ആയിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് തമിഴും മലയാളവും കൂടെ മിക്സ് ചെയ്തിട്ട് ഏത് പഠിക്കണം അല്ലെങ്കിൽ ഏതിൽ സംസാരിക്കണം, ഏതാണ് കറക്റ്റ് എന്നറിയാത്ത ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് അല്ലേ. സോ ബൈലിംഗ്വലിസം എന്നുള്ളത് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ വിദേശത്തുള്ള പാരൻസ് ആയിരിക്കും, അപ്പോൾ അവിടുത്തെ ഭാഷയും നമ്മുടെ മദർ ടങ്ങും കൂടെ മിക്സ് ചെയ്ത് സംസാരിക്കേണ്ടി വരിക. അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് ഒരു ഭാഷയിലും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ പ്രാവീണ്യം നേടാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റേജസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ആണ്. ഓരോ സ്റ്റേജിലും കുട്ടികൾക്ക് എങ്ങനെയാണ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത്, ജനിച്ചത് മുതൽ ഓരോ ഘട്ടങ്ങളിലും ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്സ് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നാണ്. അതിൽ ഫസ്റ്റ് ബർത്ത് അല്ലേ. ബർത്ത് ടൈമിൽ ലാംഗ്വേജ് ഈസ് ആബ്സെൻറ്റ്. ജനിച്ച സമയത്ത് എന്തില്ല, കുട്ടികൾക്ക് ലാംഗ്വേജ് ഇല്ല അല്ലേ. ദെൻ 4 വീക്സ് ആകുമ്പോൾ സ്മോൾ ത്രോട്ടി സൗണ്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. നമ്മൾ തൊണ്ടയിൽ നിന്നുള്ള ചില സൗണ്ട്സൊക്കെ ഒച്ചയൊക്കെ ഉണ്ടാക്കി തുടങ്ങും ഒരു 4 വീക്സ് ആകുമ്പോൾ കുട്ടികൾ. ദെൻ 16 വീക്സ് ആകുമ്പോൾ ചൈൽഡ്സ് ക്രൈ സ്മൈൽ കൂയിങ് അല്ലേ. ഒരു 16 വീക്സ് ഒക്കെ ആകുമ്പോൾ കുട്ടി കരയാൻ തുടങ്ങും, അതുപോലെ ചിരിക്കാൻ തുടങ്ങും, അതുപോലെ ഒരു കൂയിങ് സൗണ്ടൊക്കെ ഉണ്ടാക്കി തുടങ്ങും. ദെൻ 28th വീക്സ് ആകുമ്പോൾ ബാബ്ലിങ് അല്ലേ. കുട്ടികൾ ബാബ്ലിങ് തുടങ്ങും, സൗണ്ട്സ് ഒക്കെ അല്ലേ. ചില വേർഡ്സ് അല്ലെങ്കിൽ ചില അക്ഷരങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങും. പ്രത്യേകിച്ച് മീനിങ് ഫുൾ അല്ലെങ്കിലും അവരെന്തൊക്കെയോ പറഞ്ഞ് ഒച്ച ഉണ്ടാക്കി തുടങ്ങും. ദെൻ 40 വീക്സ് ആകുമ്പോഴത്തേക്കും ഇമിറ്റേറ്റ് അതേഴ്സ് സൗണ്ട് ആൻഡ് സേസ് വൺ വേർഡ് അല്ലേ. മറ്റുള്ളവരുടെ സൗണ്ട്സൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാനും ഓരോ വേർഡ്സൊക്കെ പ്രൊനൗൺസ് ചെയ്യാനും വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും ഒരു 40 വീക്സൊക്കെ ആകുമ്പോഴത്തേക്ക്. ഓക്കെ. ദെൻ മൈൽ സ്റ്റോൺസിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് 52 വീക്സ് ആകുമ്പോഴത്തേക്കും സേസ് 2 or more വേർഡ്സ് അല്ലേ. ഒരു 52 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും അവർ രണ്ടിൽ കൂടുതലൊക്കെ വേർഡ്സൊക്കെ പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ദെൻ 18 മന്ത്സ് ആകുമ്പോഴത്തേക്കും
കമ്പൈൻസ് വേർഡ്സ്, 2 വേർഡ്സൊക്കെ കമ്പൈൻ ചെയ്തിട്ട് അത് വേണം ഇത് വേണം അല്ലേ, അതെടുക്കുക അതെൻ്റെ അങ്ങനെയൊക്കെ 2 വേർഡൊക്കെ കമ്പൈൻ ചെയ്തിട്ട് സംസാരിക്കാൻ തുടങ്ങും. ദെൻ 24 months ആകുമ്പോൾ അതല്ലെങ്കിൽ 2 years ആകുമ്പോൾ യൂസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് സിമ്പിൾ ഫ്രേസസ്. ഒരു 2 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് മനസ്സിലാക്കും, അതുപോലെ യൂസ് ചെയ്യും എന്ത് സിമ്പിളായിട്ടുള്ള ഫ്രേസസ് അല്ലേ. ഫുൾ സെൻറ്റൻസ് ആവില്ല എന്ന കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. ദെൻ 36 months ടോക്സ് ഇൻ സെൻറ്റൻസസ്. ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് സെൻറ്റൻസസിൽ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. 4 years ആകുമ്പോൾ യൂസ് കൺജങ്ഷൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് പ്രിപ്പോസിഷൻസ് അല്ലേ, പരസ്പരം കണക്ട് ചെയ്യാനുള്ള വേർഡ്സും അതുപോലെ കൺജങ്ഷൻസും പ്രിപ്പോസിഷൻസൊക്കെ യൂസ് ചെയ്ത് തുടങ്ങും, മനസ്സിലാക്കി സെൻറ്റൻസസൊക്കെ മേക്ക് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് തുടങ്ങും. ദെൻ 5 years സ്പീക്സ് വിത്തൗട്ട് ഇൻഫാൻറ്റൈൽ ആർട്ടിക്കുലേഷൻ. 5 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് ഒരു കുട്ടിത്വം ഇല്ലാതെ അല്ലേ, കുട്ടികൾ സംസാരിക്കുന്നത് പോലെ അല്ലാതെ കുറച്ചുകൂടി ക്ലാരിറ്റിയോട് കൂടിയിട്ട് സംസാരിക്കാൻ തുടങ്ങും. സോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ 9th chapter. അടുത്തൊരു വീഡിയോ ക്ലാസ്സുമായിട്ട് നമ്മൾ അടുത്ത ദിവസം വീണ്ടും വരും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ക്ലാസ്. ഹാവ് എ നൈസ് ഡേ.